ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളപ്പോൾ ഇന്നൊരു പുതിയ ട്രാവൽ വ്ളോഗായിട്ട് വന്നേക്കാണ്. ഒരുപാട് നാളായി നമ്മൾ ട്രാവൽ വ്ളോഗ്സ് ഒന്നും അങ്ങനെ അധികം ചെയ്യാറില്ല ഡേ ടൈമിൽ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പിള്ളേരും കൊണ്ട് പുറത്ത് പോക്കൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോവാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ചൂട് തുടങ്ങാൻ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നത് ബഹ്റൈൻ ബേയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ പാർക്കിങ്ങിൽ ഇപ്പോൾ ഒരുപാട് ഒഴിവുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആരും ഈ ടൈമിൽ പുറത്തുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി വന്നു. അപ്പോൾ നല്ല രസമുള്ള ഒരു പ്ലേസാണ് കേട്ടോ. പറയാതെ വയ്യ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, പക്ഷേ ഒരു നല്ല അടിപൊളി ഒരു വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എസ്പെഷ്യലി നോർമൽ ബഹ്റിൻ്റെ ഭാഗത്ത് വ്യൂ പോലെയല്ല. ഇവിടെയുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അതുമാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളു. ചെറിയൊരു പാർക്കിൻ്റെ ഒരു സിങ്ങും സീസോയും ചെറിയ സ്ലൈഡുകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ഉള്ളൂ. പക്ഷേങ്കിലും കൂടിയിട്ട് ഒരു അടിപൊളി വൈബാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഭാഗമൊക്കെ. അപ്പോൾ നല്ല രസമാണ് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നടന്ന് കാണാനായിട്ടാണുള്ളത് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കണ്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഒരു ഫൗണ്ടൻ ഷോ പോലെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടെ ഈവനിങ് ആയാലാണ് കാണാൻ ഭംഗിയുണ്ടാവുക. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ചെറിയൊരു ഫൗണ്ടൻ ഷോ ആണ്. അതിൻ്റെ സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് വെള്ളം വന്ന് അങ്ങനെയൊക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ പിള്ളേർ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു സീ വ്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ശരിക്കും നമ്മുടെ 4 സീസൺ ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ചെസ്സ് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത് അങ്ങോട്ട് ഇവിടെ മൂവ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേർ കുറേ നേരം അതുമ്പോൾ കളിച്ചു കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വലിയവരും എല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ നിന്ന് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നല്ല രസമാണ് കേട്ടോ. ആ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് കാണാനായിട്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 സീസണിൻ്റെ അവിടേക്കും ആ സീയിലേക്കൊക്കെ ഉള്ളൊരു വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇത് ഇവിടെ നമ്മൾ വെച്ചിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ വോക്ക് വേയിൽ നടക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട്. കുറച്ചുകൂടെ സന്ധ്യയായി ലൈറ്റ്സൊക്കെ എല്ലാം ഓണായി കഴിയുമ്പോഴാണ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. പിന്നെ അവിടെ കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ചെറിയ ടോയ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ നോമ്പ് തുറക്കാൻ ടൈം ആവണമല്ലേ, അപ്പോഴാണ് അതെല്ലാം ഓപ്പൺ ആവുള്ളൂ. പിന്നെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പ്രൈവറ്റും ഉണ്ട്. നമുക്കെല്ലാം പെയ്ഡാണ്, ഫ്രീ ആയിട്ടൊന്നുമില്ല, പെയ്ഡാണ് കേട്ടോ എല്ലാതും. അപ്പം ഇതൊന്നും ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ടൈം ആകുമ്പോഴാണ് അവിടെ സെർവ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇതേ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പോയാൽ അവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്. അതിൻ്റെ 2 സൈഡും കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
ശരിക്കും സ്ട്രീറ്റ് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള കഫേസൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാറാകുമ്പോഴാണ് അതൊക്കെ തുടങ്ങുള്ളൂ കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഏരിയ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് കുറേ നേരം അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വലിയ എൻ്റർടൈൻമെൻറ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വലിയവർക്കൊക്കെ കാണാൻ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഓടി നടക്കാനൊക്കെ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പം നല്ല രസമാണ് അവിടെയൊക്കെ കാണാനായിട്ട്. വീഡിയോയിൽ അത്രത്തോളം ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ. കുറച്ച് ഈവനിങ് ആയപ്പോൾ എല്ലാ ലൈറ്റ്സും വന്ന് കഴിയുമ്പോഴാണ് പ്രത്യേക ഒരു ഭംഗി വരിക കേട്ടോ. അപ്പം എല്ലായിടത്തും ഇപ്പം നോമ്പ് തുറക്കുന്ന ടൈം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരുമ്പോഴാണ് ഒരു കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ അത് നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ചുമോനൊന്ന് വീണായിരുന്നു കേട്ടോ. അപ്പം അവൻ സങ്കടത്തിൽ ഏട്ടൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മളവിടെ നിന്ന് പോന്നു. കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നൊന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടു നമ്മൾ. വീണ്ടും താഴെ വന്നപ്പോൾ അതേ പിള്ളേർക്ക് അവിടെ പിന്നെ കുറേ നേരം നമ്മളവിടെ ചെസ്സ് കളിച്ചു കേട്ടോ. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കുട്ടികൾക്ക് അത് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ നേരം അത് കളിച്ചൊരു കളി ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ലോണം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ട അപ്പോൾ ആ പാർക്കൊക്കെ എഴുതിയിടത്തൊക്കെ നല്ല ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഏരിയ ഒക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പം കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിച്ച് നമ്മളതേ ശ്രീ ഗൗരികൃഷ്ണയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗുദേബിയയിൽ ഗൗരികൃഷ്ണയിൽ വന്നതെന്ന് വെച്ചാൽ നമുക്ക് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഗൗരികൃഷ്ണയിൽ മസാല ദോശ ഒട്ടുമിക്ക മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പം എനിക്ക് അവിടുത്തെ ചട്നിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളവിടെ വന്നപ്പോൾ മുകളിൽ നല്ല സീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ അടിപൊളി മസാല ദോശയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാറ് നെയ് റോസ്റ്റൊക്കെയാണ്. കുറച്ച് പേര് മസാലയും കുറച്ച് പേര് നെയ് റോസ്റ്റ് കഴിച്ചേട്ടോ. എനിക്ക് നെയ് റോസ്റ്റാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.